നല്ല ഷേപ്പ് അല്ലേ? എങ്ങനെ കൃത്യം അവിടെ ഞാൻ പോസ് ചെയ്തേ. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് തമ്പനിയിലാക്കിയാലോ? വേണ്ടല്ലേ, നമ്മൾ വ്യക്തിപരമായിട്ട് അതിശയിക്കുന്നത് ശരിയല്ല. അമ്മായി വന്നേ, അമ്മായി പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാലക്കൽ അമ്മായി, കണ്ണൂരിന്റെ മണിമൂത്ത്. കഴിഞ്ഞ ദിവസം എന്നെ കുറിച്ച് ചെയ്ത വീഡിയോക്ക് ഒരു 367K കിട്ടി കഴിഞ്ഞപ്പോഴത്തേന് ഫണ്ട് കിട്ടിയപ്പോൾ ചേച്ചിക്ക് മനസ്സിലായി എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കിട്ടും എന്നാണ്. പക്ഷെ ഒന്ന് ആലോചിക്കുക, ഞാൻ ആ കമന്റ് തന്നെ ആദ്യം ഒന്ന് കാണിച്ചു തരാവേ. ഇതിനകത്ത് ഈ ചേച്ചിയുടെ ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് വേണ്ടി ചെയ്ത വീഡിയോ ആണേ. ഇതിന്റെ കമന്റ് ബോക്സ് ഒന്ന് നിങ്ങൾ കണ്ടു നോക്കണേ. ഇതിനകത്ത് ഈ ചേച്ചി ഒരു കാര്യം പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ കമന്റ് ബോക്സ് കാണിക്കുന്നത്. ഇതിനകത്ത് എല്ലാം മുസ്ലിങ്ങളാണോ എന്നൊന്ന് നോക്കണേ. ഈ ചേച്ചി അതായത് സ്വന്തമായി ചാനലിൽ വീഡിയോ ഇട്ട് തന്തയ്ക്കുവിളി കേട്ടിട്ടും അത് സുഖമോടെ അഭിമാനത്തോടെ വന്നിരിക്കുന്ന പറഞ്ഞ ചേച്ചിയുടെ ഇതിനകത്ത് ചേച്ചീൻ്റെ തന്തള്ളയ്ക്ക് വിളിക്കുന്ന തന്നെയാണ് ഏറ്റവും കൂടുതൽ കമന്റുകൾ. കാരണം ചേച്ചിയുടെ സ്വഭാവം മനസ്സിലായില്ലേ, ഇലക്ഷനിൽ നിന്ന് 9 വോട്ട് വാങ്ങിച്ച മഹാ സംഭവമാണ് ഈ ചേച്ചിയെ. അത് കാരണം ചേച്ചി പറയുന്ന പോലെ ഒരു വിഭാഗമൊന്നുമല്ല, നല്ല രീതിയിൽ ചേച്ചിയുടെ വിഭാഗത്തിൽപ്പെട്ടവർ തന്നെ ഇതിന്റെ താഴെ നല്ല രീതിയിൽ തന്തയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഗോകുൽ കൃഷ്, രാജേഷ്, നെൽസൺ, സുരേഷ്, അനൂപ് എല്ലാം ഇത് നിറച്ച്, സുമേഷ്. ഇതിന്റെ ഞാൻ പറയുന്നത് കള്ളവാന്നുണ്ടെങ്കിൽ ചേച്ചി ചുമ്മാ വായ്ത്താളം അടിക്കത്തേ ഉള്ളൂ. ഞാൻ അങ്ങനെ വായ്ത്താളം അടിക്കില്ല, ഞാൻ ഇത് കാണിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ചേച്ചിയുടെ കമന്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ കാര്യം മനസ്സിലാവും. അപ്പോൾ ചേച്ചി പുതിയൊരു വീഡിയോയുമായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ കണ്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ചേച്ചിക്ക് ഞാൻ പറഞ്ഞു തരാമേ. അജു ചേട്ടൻ, ചേച്ചിക്ക് ഇപ്പോഴാണ് എൻ്റെ പേര് മനസ്സിലായി. ഏതായാലും അമ്മായിക്ക് എൻ്റെ അമ്മയുടെ പ്രായമുണ്ട്. മുതുകളവിയായിട്ടും മേക്കപ്പ് ഇട്ട് വന്നിരുന്നിട്ട് കൊണയടിക്കാതെ ഒരു അനിയന്റെ പ്രായമെങ്കിലും കാണ്. അതുകൊണ്ടാണ് ഞാൻ അമ്മായി എന്ന് വിളിക്കുന്നത്. ഞാൻ ആ പ്രായം മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നതാ. വിഷമിക്കരുത്. എന്നാലും അത് ഞാനൊന്നും പറയുന്നില്ല. ബാക്കി മറുപടി തരാൻ മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് ഈ സമയം തന്നെ നോക്കി എന്ന് വെച്ച് കൊണകൊണ അടിച്ചോണ്ട് പിന്നെ എന്തിനാ ചേച്ചി വന്ന്? ഇത് ആർക്കുള്ള മറുപടിയായിരുന്നു? എനിക്ക് പറഞ്ഞ സാധനത്തിന് എനിക്കല്ലാണ്ട് ഇത് പിന്നെ കല്യാണക്കുറിയായിരിക്കും. അത് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്തോളും. നിന്റെ പോസ്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് നാട്ടുകാർക്കും അറിയാം, മൊത്തം ആൾക്കാർക്കും അറിയാം നീ എങ്ങനെയുള്ള പോസ്റ്റാണ് ഇടുന്നത് എന്നുള്ളത്. കോക്രോച്ചിന് കുറെ കാലം കോക്രോച്ചിന്റെ വയ്യ നടന്നിട്ടുണ്ടായിരുന്നു. ഈ ചേച്ചി എന്തൊരു കള്ളത്തരവാ ചേച്ചി പറഞ്ഞേ. ഈ നുണയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നുണച്ചി എന്ത് നുണയാ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. ഞാൻ കോക്രോച്ചിനെ വെച്ചുകൊണ്ട് ഞങ്ങളൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചി അന്ന് തന്നെ എടുത്ത് അത് പോസ്റ്റിലിട്ടിട്ട് പറഞ്ഞു കുറെ തീവ്രവാദികളുടെ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അന്നും ഇച്ചേച്ചി ഒന്ന് ചൊറിയാൻ നോക്കിയായിരുന്നു. ഈ കോക്രോച്ചിനെ കുറിച്ച് ഞാൻ വേറെ എവിടെയെങ്കിലും ഒരു പോസ്റ്റിംഗ് ചെയ്ത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ആരും കാണാൻ സാധിക്കത്തില്ല. ചേച്ചി പക്ഷെ കാണും കേട്ടോ. ചേച്ചി മറ്റേ കബഡി നിരത്തി കണ്ടുപിടിക്കുന്ന ആളായതുകൊണ്ട് ചേച്ചി കണ്ടുപിടിക്കും. ചേച്ചി ഇപ്പൊ എന്റെ പോസ്റ്റിനെ പറ്റി പറയുന്നു. ഞാൻ ഇങ്ങനെ ചേച്ചിയെ പറ്റി പറയുന്ന വീഡിയോകൾ കാണിച്ചുകൊണ്ടാണ് ചേച്ചിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. ചേച്ചി നഷ്ടല്ലുണ്ടോ? കഴിഞ്ഞ വീഡിയോയുടെ താഴെ ചേച്ചിനെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന കുറെ കമന്റുകളൊന്നും അതിന്റെ താഴെ ഞാൻ തന്നെ കമന്റ് ഇട്ടിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് ഇതിനകത്ത് ഒരു തരത്തിലും ഒരാളെ പറ്റി സംസാരിക്കുന്നില്ല. ചേച്ചി പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയുക. രാഷ്ട്രീയപരമാണെങ്കിൽ രാഷ്ട്രീയപരമായിട്ട്, വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് ചേച്ചിയോട് ഞാൻ ചോദിക്കണം, ചേച്ചി ഒരു പെണ്ണാണ്, അന്തസ്സുള്ള സംഗിണിയാണ് എന്നുണ്ടെങ്കിൽ ചേച്ചി ഞാൻ ചേച്ചി പറഞ്ഞ പോലത്തെ ഈ മറ്റേ പോസ്റ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ പോസ്റ്റുകൾ എടുത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇത് കണ്ടോ, ആ പരനാറി അജു ചെയ്യുന്ന കണ്ടോ എന്ന് വേണം പറയാനായിട്ട്. അല്ലാതെ ഈ ഏക്കും പൂക്കും ഇല്ലാതെ ആർക്കാണ്ടോ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടല്ല. നമ്മൾ മറുപടി എന്ന് പറയുന്നത് ഒരാൾ പറഞ്ഞത് കാണിച്ചിട്ട് അതിന് മറുപടി കൊടുക്കണം. അതാണ് മറുപടി എന്ന് പറയുന്നത്. അപ്പൊ അത് എന്തോ രഹസ്യാന്വേഷണ കമ്പനി ഇത് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞേരം അവിടുന്ന് നൈസായിട്ടാണ്. എൻ്റെ പൊന്നമ്മായി, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, ഞാൻ ഇപ്പോഴും പറയുന്നു, ഞാൻ കോക്രോച്ച് പാർട്ടീനെ ആ ഒരു സംഘടനയെ അല്ലെങ്കിൽ ആ ഒരു മുന്നേറ്റത്തിന് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ചേച്ചിയൊക്കെ ഇപ്പോഴും ഇത്രയും ബുദ്ധിയും ബോധവും ഇല്ലേ? നിങ്ങൾ അവിടെ ഇന്ന് വെച്ച് പറഞ്ഞു രഹസ്യാന്വേഷണ ഏജൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണം, വിദേശത്തുനിന്ന് ഫണ്ട് വന്നു. ഏറ്റവും അവസാനം കോടതി എന്നെ അടിച്ചണ്ടാക്കി തന്നില്ലേ? എവിടെ നിന്നാണ് ഫണ്ട് വന്നത്?
അവരൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളുടെ മന്ത്രി ഒരു നീറ്റ് പരീക്ഷയുടെ പേപ്പർ ചോദിച്ചതിനെ കുറിച്ച് നിങ്ങളുടെ മന്ത്രിക്ക് അതിന്റെ ഉത്തരവാദിത്തം ഇല്ല എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞപ്പോഴത് ഏതെങ്കിലും കോക്രോച്ച് പാർട്ടി ഇന്ന് വരെ രാജ്യവിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും പ്രസ്താവന നടത്തിയിട്ടുണ്ടോ? ഈ നാട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചോദ്യം ചോദിച്ചപ്പോൾ നിങ്ങൾ ഉടനെ മറ്റേ രാജ്യസ്നേഹവും മറ്റേ തീവ്രവാദവും എല്ലാം കൂടെ കുത്തിച്ചേർത്തിക്കൊണ്ട് നിങ്ങളുടെ തനതായ സ്വഭാവം കാണിച്ചതല്ലേ ഉള്ളൂ. അതൊക്കെ കണ്ട് പേടിക്കണം എന്നുണ്ടെങ്കിൽ ചാണകം കൊണ്ട് കുളിപ്പിക്കണം, എങ്കിലേ എനിക്ക് ആ ഇതുണ്ടാകത്തുള്ളൂ. ഞാൻ ഇന്ന് വരെ ചാണകമല്ലാത്തത് കൊണ്ട് ചേച്ചി ഈ പറഞ്ഞ പോലത്തെ ഈ പൊട്ടാസ് കണ്ടാതൊന്നും പേടിക്കുന്നവനല്ല ഞാൻ, മനസ്സിലാവുന്നത്. രഹസ്യാന്വേഷണ ഏജൻസി ഒന്ന് പോയേ ചേച്ചി, ചുമ്മാ ചിരിപ്പിക്കല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിയോ അല്ല, നിനക്ക് അറിയാമോ? മലയാളവും അറിയത്തില്ലേ? ചേച്ചി കാണാത്തോണ്ടാണ്, ചേച്ചി നയനേനെയാണ് ഉദ്ദേശിച്ചത്. ചേച്ചി കാണാത്തത് കൊണ്ട്. നയന ഇപ്പോഴും സജീവമായിട്ട് ഇവിടെ തന്നെ ഉണ്ട് ചേച്ചി, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട. ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, ഇതിന്റെ അടിയിൽ വന്നിട്ട് ഇതിലെങ്ങനെയാണെന്നറിയോ ചേച്ചി, ചില ആളുകളെ മാത്രമേ പറയത്തുള്ളൂ. ഇതിനകത്ത് ഞാനാ മുസ്ലിം ആയിട്ടുള്ളത്, അതുകൊണ്ട് എന്നെ അങ്ങ് കയറി പിടിച്ചു. ഫ്രെഡിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, സൂര്യചേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ നിതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ചേച്ചിക്ക് അങ്ങനെയാണ്, ചേച്ചി പറയത്തില്ല, എനിക്കറിയാം ചേച്ചി. ആ ഫോട്ടോയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ചേച്ചി എന്നെ മാത്രം അതിനകത്തെടുത്ത്, അതുകൊണ്ടാണ് ഞാൻ ചേച്ചി പറഞ്ഞത്, നിങ്ങൾ ഏകപക്ഷീയമായ സംസാരമാണ്. നിങ്ങൾക്ക് സംസാരിക്കാൻ മുസ്ലിമായി അവരെ മാത്രം നിങ്ങൾ ടാർഗറ്റഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ചേച്ചിക്ക് ഉള്ളത്. ഭൂരിഭാഗം ആൾക്കാരും തീവ്രവാദികളിൽ തന്നെയായിരിക്കും. ഇതാണ് ഞാൻ ആദ്യം നിങ്ങളെ ഒരു വീഡിയോ കാണിച്ചില്ലേ, എവിടെയും കാണുന്നില്ല. ഇപ്പൊ ഈ തീവ്രവാദികൾ എന്ത് എന്നുള്ളത് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, ഇതിന്റെ അടിയിൽ വന്നിട്ട് കമന്റ് ഇടുന്ന ഭൂരിഭാഗം ആൾക്കാരും തീവ്രവാദികളിൽ തന്നെയായിരിക്കും. ഞാൻ ആദ്യം ചേച്ചി കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ ഉണ്ടല്ലോ, സോറി ചേച്ചിയല്ല, ചേച്ചിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ പ്രായം കുറയും. അമ്മായി കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയിലും ആ കമന്റ് ഞാൻ ആദ്യം കാണിച്ചില്ലേ, ആരൊക്കെയാണ് അതിന്റെ താഴെ കമന്റ് ഇട്ടേക്കുന്നത്. ഇനി ഇന്ന് ഇട്ടിരിക്കുന്ന വീഡിയോ ആണേ, നമുക്ക് ഇതിന്റെ കമന്റ് ബോക്സിലേക്ക് നോക്കാം. ഒന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കി. ഇതിന്റെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വിനു നാരായണൻ വലിയ ഇതിൽ ഇട്ടിട്ടുണ്ട്. ഈ ചേച്ചി ഇതിനകത്തേക്ക് ഈ കമന്റ് ബോക്സ് നോക്കിയിട്ടെങ്കിലും ചേച്ചിക്ക് ഇങ്ങനെ പറയാനുള്ളൊരു നാണവും മാനവും ഉളുപ്പും ഉണ്ടോ ചേച്ചി? അയ്യേ, എന്തൊരു ഉളുപ്പില്ലായ്മയാണെന്ന് ആലോചിക്കും. ഇതിന്റെ കമന്റ് ബോക്സ് ചേച്ചി ഒന്ന് പതിയെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി. ചേച്ചി ഇതൊന്നും നോക്കത്തില്ല എന്ന് എനിക്കറിയാം. ചേച്ചിക്ക് വ്യൂ കയറുക, അതിനകത്തുനിന്ന് മറ്റേ ഫണ്ട് കിട്ടുക, ഇത് മാത്രമാണ് ചേച്ചിയുടെ ഉദ്ദേശം. അതായത് സംഖ്യകളെ ഊമ്പിച്ച് തിന്നുന്ന മറ്റുള്ളവരിൽ ഒരാൾ, അത്രേ ഉള്ളൂ. നെഗറ്റീവ് നിങ്ങൾ പറയും, വർഗീയത പറയുന്നത് കൊണ്ടാണ് നെഗറ്റീവ് കമന്റ് ഇടുന്നത്. അതെ, നല്ല കാര്യം പറഞ്ഞു കഴിഞ്ഞാലും ചേച്ചി ഇത്രയും കാലത്തിനിടയ്ക്ക് പറഞ്ഞിരിക്കുന്ന ഒരു നല്ല കാര്യം ഒന്ന് പറഞ്ഞു തന്നെ. അയോധ്യയിൽ രാമക്ഷേത്രം അടിച്ചോണ്ട് പോയി, ആ അട്ടപ്പൊട്ടലെ കൊണ്ടുപോയി ചേച്ചി മിണ്ടിയിട്ടുണ്ടോ? പെഹൽഗാമിൽ 47 ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ പിടിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റ് ഹിന്ദു എന്നുള്ള ഒരു മതത്തിനെ ഞാൻ പറയുന്നില്ല, ചേച്ചിയൊക്കെ പറയുന്നത് പോലെ അവിടെ 4, 5, 10 മുസ്ലിംസിനെ പിടിച്ചപ്പോൾ അതിനെ മാത്രം സംസാരിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ സംസാരിക്കാറുണ്ടോ? ഇവിടെ ATS കഴിഞ്ഞ ദിവസം 8 മുസ്ലിങ്ങളെ പിടിച്ചതിനെ കുറിച്ച് ചേച്ചി സംസാരിക്കും. അതിനു മുമ്പ് 5 ഹിന്ദുക്കളെ കൊണ്ട് പിടിച്ചപ്പോഴത്തേനും മിണ്ടിയില്ല. പഞ്ചാബിൽ വെച്ചും പിടിച്ചിട്ടുണ്ട് 7 എണ്ണത്തിന്, ചേച്ചി മിണ്ടിയില്ല. അതാണ് പറയുന്നത്, ചേച്ചിയുടെയൊക്കെ പ്രശ്നം ഈ രാജ്യസ്നേഹമോ വേറൊന്നുമല്ല. ചേച്ചിക്കൊക്കെ ഈ പറഞ്ഞ തീവ്രവാദം മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചു വിടുന്ന കള്ളക്കഥകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അത് മാത്രമാണ് ചേച്ചിയുടെ കാര്യം. ചേച്ചി നല്ലത് പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ കണ്ണ് തന്നെ പൊട്ടിപ്പോകും. കാരണം സ്വന്തം ശരീരത്തിന് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല ചേച്ചി സത്യം പറഞ്ഞു അല്ലെങ്കിൽ നല്ല കാര്യം പറഞ്ഞു എന്ന്. ഇല്ലെങ്കിൽ ചേച്ചി ഒന്ന് പറഞ്ഞു, ചേച്ചിയുടെ ഈ പറയുന്ന ഐഡിയയിൽ എവിടെയെങ്കിലും നല്ല കാര്യം പറഞ്ഞിരിക്കുന്നു എന്ന് കാണിച്ചു തന്നെ. അയോധ്യയും രാമക്ഷേത്രവും മതവും എല്ലാം വിട്ടുകളാ. കേരളത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ വീഡിയോ ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ആളുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ധ്രുവാൻ മോനെ കുറിച്ചിട്ടും മീക്കുട്ടിക്കും വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ ചെയ്തു. നല്ലത് മാത്രം ചെയ്യുന്ന ചേച്ചി ഇന്ന് വരെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടോ? 10 രൂപ കൊടുക്കണം ഒരാൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരാളുടെ ചികിത്സ, അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി, ആ ഒരു പിഞ്ചു കുഞ്ഞുങ്ങളുടെ കാര്യം ഇന്ന് വരെ സംസാരിച്ചിട്ടുണ്ടോ ചേച്ചി? പിന്നെ എന്നാ നല്ല കാര്യമാണ് പറയുന്നത്? ചേച്ചിയുടെ വീഡിയോയിൽ എവിടെയാ ഒരു നല്ല കാര്യം പറഞ്ഞിരിക്കുന്നത്? ഒരു വീഡിയോ എന്നതാ ചേച്ചി ഉള്ളത്? കമന്റുകളാണ് നിങ്ങൾ ഒരു കൂട്ടർ ഇടുന്നത്. ആ ഒരു കൂട്ടർ ഇടുന്ന കാര്യങ്ങൾ എന്തെന്നാണെന്ന് ഞാൻ പറയണം. സ്ക്രീൻഷോട്ട് ഇടണം, പറയാട്ടോ, നട്ടലുണ്ടെങ്കിൽ. കാരണം എല്ലാം ഇന്ന് കേരളത്തിൽ കാണുന്ന കാര്യങ്ങളൊക്കെ ജനങ്ങൾ അറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ചേച്ചിയെ തള്ളക്ക് വിളിക്കുന്ന വന്നിച്ച് കമന്റ് ചെയ്യും.
മാഫിയ കൈയടക്കി വെച്ച സോഷ്യൽ മീഡിയ. അതെ, ഒരു മാഫിയ കൈയടക്കി വെച്ച സോഷ്യൽ മീഡിയ. ചേച്ചി ഉദ്ദേശിക്കുന്ന മറ്റേതാണ്, പക്ഷെ കമന്റ് ബോക്സിൽ കയറി നോക്കുന്നവന് മനസ്സിലാവും എന്താണ് എന്നുള്ളത്. നമുക്ക് പറയാം, ഒരു ഉളുപ്പില്ലായിട്ട് പറയാൻ അറിയാം. കാരണം എന്തുകൊണ്ടാന്ന് അറിയുക, ഞാനും നിങ്ങളും തമ്മിൽ ഒരേതായിപ്പോയി. ഈ അച്ചു പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലേ അപ്പൊ കേൾക്കാത്തവരെല്ലാവരും ഒന്ന് എന്റെ ഇതിൽ കേറിട്ടൊന്ന് കേട്ട് നോക്കണം കേട്ടോ. എനിക്കും കൂടെ കിട്ടണ്ടേ ഇച്ചിരി ദമ്പടി. ചേച്ചി മാത്രം ഉണ്ടാക്കിയാൽ പോരല്ലോ, കള്ളത്തരം പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച്. നല്ല ഷേപ്പ് അല്ലേ? എങ്ങനെ കൃത്യം അവിടെ ഞാൻ പോസ് ചെയ്തേ. ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് തമ്പനിയിലാക്കിയാലോ? വേണ്ടല്ലേ, നമ്മൾ വ്യക്തിപരമായിട്ട് അതിശയിക്കുന്നത് ശരിയല്ല. എവിടെയോ ഇരുന്ന് കാറിന്റെ ഉള്ളിൽ നിന്ന് മൂലക്കുന്നാണ് ചെയ്യുന്നത്. ഇതാ പറഞ്ഞ ഈ ചേച്ചി എന്റെ ഒരു ഉണ്ണി കാണുന്നില്ല എന്നുള്ളത്. ഞാൻ വീഡിയോ ഇതൊന്ന് കഴിഞ്ഞിട്ട് ഞാനത് കാണിച്ചു തരാവേ. എന്റെ മൂലക്കൊന്ന് ചെയ്യുന്നത് ചേച്ചി കണ്ട്. കാരണം നീ മുസ്ലിം ആയതുകൊണ്ട് മാത്രമല്ല ഞാൻ പറഞ്ഞത്, പിന്നെ നിന്റെ പോസ്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത്. എന്റെ പൊന്നമ്മായി, ഒരു 2 പോസ്റ്റ് എടുത്ത് കാണിച്ചു കൊടുക്കുക അമ്മായി. BJP പറയുന്നതല്ലാതെ തീവ്രവാദം എന്താണ്? തീവ്രവാദം എന്ന് പറയുന്നത് എന്റെ രാജ്യവിരുദ്ധ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ സംസാരങ്ങൾ, പോസ്റ്റുകൾ, അതൊക്കെ ഒന്ന് വെച്ചിട്ട് ചേച്ചി ഒന്ന് സംസാരിച്ചേ ചേച്ചി. ഞാൻ അത് നമ്മൾ ആണുങ്ങളോടൊക്കെ പറയും, ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ചെയ്യടാന്നൊക്കെ. ചേച്ചിയോടൊക്കെ ഞാൻ ആ ഒരു സ്ത്രീകൾക്ക് തരുന്ന ബഹുമാനത്തോടെ തന്നെയാണ് ചേച്ചിയോട് ഞാൻ പറയുന്നത്. ചേച്ചി എന്താ പറയുന്നത്, ഒരു പെണ്ണാണെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അഭിമാനമുള്ള ഒരു BJP പ്രവർത്തകയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്ത പോസ്റ്റുകളൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ചേച്ചി സംസാരിക്കുക. അതാ ഈ പറഞ്ഞേക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ന്. തീവ്രവാദിയാണ് എന്നുള്ളത് അതിനെയും ഞാൻ പറയും. നീ തീവ്രവാദിയാണ്. ഒരു സംശയമില്ല. കാരണം ഞാൻ എല്ലാ പോസ്റ്റുകളും എന്നെ ഈ തീവ്രവാദി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പുറകെ പോയി കേസ് കൊടുക്കാനോ ഇതൊന്നും ഞാൻ നയിക്കുന്നില്ല. കാരണം ചേച്ചി, നിങ്ങൾക്ക് അതിനുള്ള സ്റ്റാൻഡേർഡേ ഉള്ളൂ, നിങ്ങൾ അതേ കഴിയത്തുള്ളൂ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങളെ കൊണ്ട് സാധിക്കത്തുള്ളൂ ചേച്ചി. എന്താ പറയുക, നിരീക്ഷണത്തില് നമ്മൾ നോക്കും. ചേച്ചിയുടെ നിരീക്ഷണം വേണം. നോക്ക്. അപ്പം 1-2 വ്യക്തിയാണ് ഈ ഖാദർ കരിപ്പൊടി. അയാളെ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഖാദർ കരിപ്പൊടി ആരാണ് എന്നാണ് നോക്കുന്നത്. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. പറയണ്ട. അപ്പൊ നീ തീവ്രവാദി തന്നെയാണോ? അത് ചേച്ചി സമ്മതിച്ചു. ചേച്ചി പറഞ്ഞാൽ കൊണ്ടല്ല, നിന്റെ വായിന്ന് വരുന്ന വിദ്വേഷം, മതസ്പർദ്ധ തന്നെയാണ് നിന്റെ തീവ്രവാദം കൊണ്ടല്ല. അപ്പം മറുപടി പ്രതീക്ഷിക്കുന്നു മാമ. ചേട്ടൻ മറുപടി ആയിട്ട് ഞാൻ എന്നാ പറയുന്നത് ഈ ചേച്ചിയോട്. അപ്പൊ ചേച്ചി അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ വണ്ടിക്കകത്തിരുന്നുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തിട്ടുള്ള വീഡിയോകളാണ്. ആദ്യത്തെ ഇതൊന്ന് കഴിഞ്ഞോട്ടെ. ഇതിനകത്ത് എവിടെയാണ് നിങ്ങൾ വണ്ടിക്കകത്തിരുന്ന് ഞാൻ എത്ര വീഡിയോ മര്യാദയ്ക്ക് ചെയ്തേക്കുന്നത്. ഇതിനകത്ത് വണ്ടിക്കകത്തിരുന്നുകൊണ്ട് ചേച്ചി ആ ഒരു വീഡിയോ തേണ്ട ഇവിടെ, അത് 2 ഒരേ വീഡിയോ തന്നെയാണേ. ഇതിനകത്തൊന്ന് ചേച്ചി ഒന്നും നോക്കി. ഇത്രയും വീഡിയോകൾ കണ്ടിട്ട് ചേച്ചി ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വീഡിയോ ഇടണം. അതിനകത്തുനിന്ന് കുറേ സംഖ്യകൾ വന്നേച്ച് കുറേ പൊട്ടന്മാരുണ്ട്, അത് പൊക്കോട്ടെ, ഞാൻ അവരെ ഒന്നും വില എടുക്കുന്ന പോലുമില്ല. അവർ വന്നത് ചേച്ചി എൻ്റെ ചേച്ചി അടിപൊളി ചേച്ചി, നല്ല മറുപടി ചേച്ചി, അവനത് വേണം ചേച്ചി എന്ന് പറഞ്ഞ് കൈയടിക്കുന്ന കുറേ മൊണ്ണകളുണ്ടാവും. അവന്മാർക്ക് വേണ്ടിയിട്ട് വീഡിയോ ഇടണം. എന്നിട്ട് കിട്ടുന്നത് കൊണ്ടുവന്ന് വെച്ച് ജിമ്മിൽ കൊണ്ടുപോയിട്ട് മറ്റേ ഞം അടിക്കണം. ഞാനൊന്നും പറയുന്നില്ല ചേച്ചി, നടക്കട്ടെ ചേച്ചി. ഇനിയിപ്പോൾ ഞാൻ ചെയ്യത്തില്ല കേട്ടോ. ചേച്ചിനെ പറ്റി ചേച്ചി പറഞ്ഞു ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തു. ഇതിപ്പോൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. ഞാൻ അല്ലാണ്ട് ഇതിനു വേണ്ടിയിട്ട് ചെയ്തതല്ല. അതുകൊണ്ട് ഇനി ഇതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട, ഞാൻ ഇനി ചെയ്യത്തില്ല. എന്നെ മാന്തി അങ്ങനെ തിന്നാനായിട്ട് നടക്കണ്ട. മനസ്സിലാവുന്നുണ്ടോ?